അതെ, പക വീട്ടാനുള്ളതാണ്. അത് ചെയ്യുകയും ചെയ്തു. ആരാധകർക്കെല്ലാവർക്കും തകർപ്പൻ ക്രിസ്മസ് സമ്മാനം നൽകി ബ്ലാസ്റ്റേഴ്സ്. കരുത്തരായ മുംബൈ സിറ്റിയെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ വിദേശ താരങ്ങളായ ദിമിയും പെപ്രയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ നേടിയത്. ഈ സീസണിൽ കൊച്ചിയിൽ വെച്ച് ഒരു ടീമിനും ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു ജയത്തോടെ 11 മത്സരങ്ങളിൽ നിന്നും 23 പോയിന്റുമായി ഗോവയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. സർവ്വ മേഖലയിലും ആധിപത്യം പുലർത്തുന്ന പ്രകടനമാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. പല പ്രമുഖ താരങ്ങളും ഇല്ലാതെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തോടെയാണ് മത്സരം ആരംഭിച്ചതും. രാഹുൽ KPക്ക് അവസരം ലഭിച്ചെങ്കിലും ഗോൾ നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം 12ാം മിനിറ്റിൽ ദിമിയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC മുന്നിലെത്തി. ഇടതുവശത്ത് കൂടെ പന്തുമായി മുന്നേറിയ പെപ്ര കൊടുത്ത പാസ് മനോഹരമായ ഫിനിഷിംഗിലൂടെ ദിമി അത് ഗോളാക്കി മാറ്റി. ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമൻഡോസിന്റെ ഈ ഒരു സീസണിലെ 6ാമത്തെ ഗോൾ കൂടിയായിരുന്നു ഇത്. കൂടാതെ 22ാം മിനിറ്റിൽ മുംബൈ താരം JS റാണയുടെ ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ലോങ് റേഞ്ച് ഷോട്ട് പോസ്റ്റിന്റെ ബാറിൽ തട്ടി മടങ്ങുകയും ചെയ്തു. ആദ്യ പകുതിയുടെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് താരം വിപിൻ മോഹനൻ പരിക്ക് മൂലം പുറത്താകുകയും ചെയ്തു. ആദ്യ പകുതിയിൽ രാഹുലിന് ഒരു മികച്ച അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും താരത്തിനത് പോസ്റ്റിലേക്ക് കയറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം ഗോളും നേടി. ഡയമൻഡോസിന്റെ പാസിൽ നിന്നും പെപ്രയാണ് ഗോൾ കണ്ടെത്തിയത്. ശേഷം 51ാം മിനിറ്റിൽ ലീഡ് ഉയർത്താനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചെങ്കിലും അത് മുതലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോൾ തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മുംബൈയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡേഴ്സ് അത്രയും ശക്തമായിട്ടായിരുന്നു അത് പ്രതിരോധം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം 67ാം മിനിറ്റിൽ 2ാം ഗോൾ നേടാനുള്ള പെപ്രയുടെ ശ്രമം മുംബൈ ഗോൾ കീപ്പർ തടഞ്ഞു. മുംബൈ സിറ്റിയുടെ പ്രധാന സ്ട്രൈക്കറായ ഡേസിനെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ അധികമൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ സമ്മർദ്ദമായാണ് താരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ 81ാം മിനിറ്റിൽ ഇടം വിങ്ങിലൂടെ പന്തുമായി മുന്നേറിയ ക്വാമി പെപ്രയുടെ ശ്രമം നിർഭാഗ്യവശാൽ ക്രോസ് ബാറിന്റെ മുകളിലൂടെ പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ അവസാന 10 മിനിറ്റിലേക്ക് കടന്നതോടെ മുംബൈ ആക്രമണം കൂടുതൽ ശക്തമാവാൻ തുടങ്ങി. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം പാറ പോലെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗാന സൂപ്പർ താരമായ ക്വാമി പെപ്രയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.